ഇപ്പോൾ എവിടെ നോക്കിയാലും LDF BJP ഡീലാണ്. ഞാൻ രാഷ്ട്രീയ പോസ്റ്റിന് ഇടരുതെന്ന് കരുതിയതാണ്. ഇത്ര എവിടെ നോക്കിയാലും ഇൻസ്റ്റയിൽ കാണുന്നത് ഈ ഡീലിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ BJP ഡീലാരായിട്ടാണ് നമുക്ക് നോക്കാം. നേമത്ത് ആദ്യമായിട്ട് BJPക്ക് ഒരു MLA ഉണ്ടായി കൊടുത്ത് അതാരാ നമുക്ക് നോക്കാം. 2006 നേമത്തുണ്ടായിരുന്നത് UDFൻ്റെ MLA ആണ്. 60,884 വോട്ടുണ്ടായിരുന്നു. BJPക്ക് വെറും 6,705 വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. 2016 BJPക്ക് ഒരു MLA വന്നപ്പോൾ UDFൻ്റെ വോട്ട് ഈ 60,884 വെറും 13,860 BJP വെറും 6,705 67,813 അവിടെ ആരായിട്ടായിരുന്നു ബന്ധം? ആരാണ് BJP വളർത്തിയത് അവിടെ? മനസ്സിലാക്കുക കോൺഗ്രസ്സെ. കഴിഞ്ഞില്ല. വട്ടിയൂർക്കാവ് 2016 51,322 UDF വോട്ടുണ്ടായിരുന്നത്. 2021 വന്നപ്പോൾ അത് 35,455 കുറഞ്ഞു. അവിടെ 2021 രണ്ടാം സ്ഥാനമായിട്ട് BJP വന്നു. ആരവിടെ രണ്ടാം സ്ഥാനത്തേക്ക് BJP വരുത്തിയ? LDF അല്ല, UDF. കഴിഞ്ഞില്ല. ഇനി കഴക്കൂട്ടത്ത് 2011 UDFന് 50,787 വോട്ടോടെ MLA ഉണ്ടായിരുന്നതാണ്. ആ UDF 2021 എത്തിയപ്പോൾ വെറും 32,995 കുറഞ്ഞു, മൂന്നാം സ്ഥാനത്ത്. 2011 7,508 വോട്ടുണ്ടായിരുന്ന BJP 2021 40,193 വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് വന്നു. ആരാ കൊണ്ടുവന്നേ? UDF. കഴിഞ്ഞില്ല. ഇനി ചാത്തന്നൂരിൽ 2011 UDFന് 47,598 വോട്ടുണ്ടായിരുന്നു. 2021 വന്നപ്പോൾ 34,280 വോട്ടായി. ആ വോട്ടൊക്കെ എവിടെ പോയി? എവിടെയും പോയിട്ടില്ല. 2021 BJPക്ക് ഉണ്ടായിരുന്നത് 3,839 വോട്ട്. 2021 42,090 വോട്ട്. ആ വോട്ട് എവിടെയും പോയിട്ടില്ല. BJPൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇനി മലമ്പുഴയിൽ നോക്കാം. മലമ്പുഴയിൽ 2011 UDFന് 54,312 വോട്ടുണ്ടായിരുന്നു. BJPക്ക് ആവട്ടെ വെറും 2,772 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 2016 വന്നപ്പോൾ UDFൻ്റെ വോട്ട് 35,333 കുറഞ്ഞു. അവിടെ ആരായിരുന്നു സ്ഥാനാർത്ഥി? നിങ്ങളുടെ VS ജോയ്. ഇത്രയും വോട്ട് കുറച്ചത്. രണ്ടാം സ്ഥാനത്തേക്ക് 46,157 വോട്ടോടുകൂടി BJPനെ കൊണ്ടുവരികയും ചെയ്തു. ആരാ കൊണ്ടുവന്നത്? UDF. അപ്പോൾ യഥാർത്ഥ ഡീൽ ആരായിട്ടാണ്? BJPയിലേക്ക് പോകുന്ന 75% വോട്ടും UDFിൽ നിന്നാണ്. നിങ്ങൾ മൊത്തം റെക്കോർഡും പരിശോധിച്ചോളി. പോകുന്നുണ്ട്, LDF പോകുന്നില്ല എന്ന് പറയുന്നില്ലേ. ഈ പാലക്കാട് അതെല്ലാം പോയത് LDFൻ്റെ കയ്യിൽ നിന്നാണ്. പക്ഷേ ഒരു 75-80% പോയിട്ടുള്ളത് UDF നിന്നാണ്. ഡീല് പറയുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം.